ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കോമൺ ആയിട്ട് റേഞ്ച് റോവറിന് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് റൂഫ് ലൈനർ ഡാമേജ്, അതേമാതിരി തന്നെ റൂഫിൽ വാട്ടർ ലീക്ക്. അപ്പോൾ റൂഫ് ലൈനർ ഇതേമാതിരി ഡാമേജ് ആവുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ലീക്ക് ആയിട്ടാണ്. അപ്പോൾ വാട്ടർ ലീക്ക് വരാണ്ടായിരുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ റൂഫിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഹോസ് പൊട്ടിക്കിടക്കുന്ന കാണാം. ഇത് കണ്ടല്ലോ, ഈ ഹോസ് റൂഫ് ഗ്ലാസിൻ്റെ ഡ്രെയിനേജ് വാട്ടർ ഹോസാണിത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഫുള്ളായിട്ട് ഡാമേജ് ആയിരിക്കുകയാണ്, അതേമാതിരി തന്നെ പൊട്ടിപ്പോയിരിക്കുന്നുണ്ട്, അത് ഫുൾ ബ്ലോക്കും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ മോഡൽ വാഹനങ്ങൾക്കുള്ള കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ ആ ഹോസ് പോകുന്ന അവിടെ റസ്റ്റി ആയിട്ട് അത് ഫുൾ ഡാമേജ് ആയിട്ട് ആ ഹോസ് പൊട്ടിപ്പോവും. ഇതാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് റിപ്പയർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ റൂഫ് ലൈനർ കംപ്ലീറ്റ് അഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അഴിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. ഞാൻ കുറച്ച് അഴിക്കുന്ന ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് റൂഫ് ലൈനർ നമ്മൾ ഇളക്കിയിട്ട് ഡിക്കി വശത്തു കൂടിയാണ് നമ്മൾ ഇളക്കി പുറത്തോട്ട് എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് അതിന് സീറ്റ് കംപ്ലീറ്റ് ഫോൾഡ് ചെയ്ത് താഴോട്ട് വരിക്കണം. അപ്പോൾ അതിനുശേഷം ഇതേമാതിരി തന്നെ സൈഡിലോട്ട് നിങ്ങൾക്ക് കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറിൽ കറക്റ്റായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ വെളിയിലോട്ട് എടുക്കാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ റൂഫ് ലൈനർ ഇതേമാതിരി വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാഹനം സ്റ്റാർട്ടാവത്തില്ല. അപ്പോൾ സ്റ്റാർട്ടാവാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം മറ്റൊരു വീഡിയോയിലൂടെ. ഇതിൻ്റെ അതേമാതിരി കണ്ടല്ലോ, ഈ ഹോസാണ് പൊട്ടിപ്പോയിരിക്കുന്നത്. ഈ ഹോസ് കംപ്ലീറ്റ് ഇതൊരു മെറ്റൽ ഹോസ് അവിടെ വരുന്നതാണ്. അത് ഫുള്ള് ദ്രവിച്ച് തുരുമ്പായിരിക്കുകയാണ്. ഇവിടെ നിന്ന് കണ്ടല്ലോ, വെള്ളം ഇതേമാതിരി ലീക്കാവും, അതേമാതിരി തന്നെ റൂഫ് ലൈനർ ഡാമേജ് ആവും. നമ്മളിപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സൈഡിലുള്ളത് കണ്ടല്ലോ, ഇത് പൊട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടുന്ന് ലീക്ക് ഇല്ലാത്തതുകൊണ്ടാവും ചെയ്യേണ്ടതെന്ന്. ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാം അതിൻ്റെ അവസ്ഥ. ഇത് കണ്ടല്ലോ, ഇവിടെയും ഇതേമാതിരി തന്നെയാണ്. നമുക്ക് ഈ രണ്ട് സൈഡിലും ഇതേമാതിരി തന്നെ പ്രൊസീജിയറിൽ നമുക്ക് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഫുള്ള് ദ്രവിച്ച് ഡാമേജ് ആയിരിക്കുകയാണ് ഈ സൈഡിലും. അപ്പോൾ നമ്മൾ എപ്പോഴും റിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലെ ഈ ഹോസും കൂടി ചെക്ക് ചെയ്യണം. ഇതും കണ്ടല്ലോ, ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇവിടുന്ന് ലീക്ക് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവിടെയും ഡാമേജ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഹോസും നമ്മൾ മാറാൻ പോകുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഫുള്ള് തുരുമ്പ് വന്നിരിക്കുകയാണ്. ഇത് കണ്ടല്ലോ, ഫുള്ള് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ഇനി അതേമാതിരി തന്നെ നമുക്ക് റൂഫ് ലൈനർ അഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ എല്ലാ കവറുകളും സൈഡ് കവർ എല്ലാം തന്നെ നമുക്ക് അഴിക്കണം. ഫ്രണ്ട് സൺബ്ലൈൻഡ്, അതേമാതിരി തന്നെ സൈഡിലുള്ള കവറ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അഴിക്കണം. ഇതിൻ്റെ റൂഫ് ഗ്ലാസിൻ്റെ കർട്ടനൊന്നും അഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതല്ലാതെ തന്നെ നമുക്ക് റൂഫ് ലൈനർ നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ വാഹനം സ്റ്റാർട്ടാവത്തില്ല എന്ന് പറയാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൂഫ് ലൈനർ കണ്ടല്ലോ നമ്മൾ റിപ്പയറിങ്ങിന് അയച്ചു വെച്ചിട്ടുണ്ട്. ഈ റൂഫ് ലൈനറിൻ്റെ മുകളിൽ 2 സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതും അതേമാതിരി തന്നെ മറ്റൊരു സെൻസറും കൂടിയുണ്ട്. ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ 2 പാർട്സ് ഇല്ലെങ്കിൽ വാഹനം സ്റ്റാർട്ടാവത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സൈഡിൽ റിപ്പയർ ചെയ്തു. ഇത് കണ്ടല്ലോ, ഇതേമാതിരി നമ്മളൊരു ത്രെഡ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു പൈപ്പ് നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതേമാതിരി തന്നെ ഒരു ത്രെഡ് ഇടുന്ന ഒരു ടാപ്പ് വെച്ചിട്ട് നമ്മൾ ത്രെഡ് ഇട്ടതിന് ശേഷം ഇത് തിരിച്ച് കയറ്റുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് അറാൾഡേറ്റും MCയിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ലീക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഹോസ് കൃത്യമായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അവിടെ ടൈ ക്ലിപ്പും കൂടി അടിച്ചിട്ടാണ് നമ്മൾ പിടിപ്പിച്ചിട്ടാണ് നമ്മളിത് കയറ്റുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇനി ലീക്ക് വരത്തില്ല. അപ്പോൾ ഇതിപ്പം കണ്ടല്ലോ, ഈ സൈഡിൽ നമ്മൾ ത്രെഡ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേമാതിരി ത്രെഡ് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളത് ത്രെഡ് ഇട്ട് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടല്ലോ, നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഇച്ചിരി MCയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാരണവശാലും ഇനി അവിടെ നിന്ന് ലീക്ക് വരത്തില്ല എന്നുള്ള ഒരു 100% ഉറപ്പാണ്. അപ്പോൾ നമ്മളിപ്പം റൂഫ് ലൈനർ റിപ്പയറിങ്ങും ചെയ്തു, അതേമാതിരി തന്നെ എല്ലാം നമ്മൾ പിടിപ്പിച്ചു. ഞാൻ എൻ്റെ വീഡിയോ ലോങ് ആവുന്നത് കാരണമാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്ന പ്രൊസീജിയറൊന്നും ഞാൻ ഇടാത്തത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ, റൂഫ് ലൈനർ റിപ്പയറിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്ന നല്ല വർക്ക്ഷോപ്പാണ് അബുദാബിയിലുള്ള ആര്യ പ്രീമിയം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാത്തരം ജർമ്മൻ വാഹനങ്ങളുടെയും ടെക്നിക്കൽ സപ്പോർട്ടും അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.